അവസരങ്ങൾ കൂടുതലുള്ള ഫീൽഡിലേക്ക് തിരിഞ്ഞാൽ പെട്ടെന്ന് ജോലിയും നല്ല സാലറിയും ലൈഫിൽ സെറ്റിൽ ആവാനും കഴിയും. ഇപ്പോൾ ജോലി സാധ്യത കൂടി വരുന്ന മേഖലയാണ് ആരോഗ്യ മേഖല. ഡോക്ടറും നേഴ്സും മാത്രമല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവർക്കും ഇവിടെ സാധ്യതകൾ ഏറെയുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ അല്ല, സ്കിൽഡ് ആയ അഡ്വാൻസ്ഡ് ടെക്നോളജിയെക്കുറിച്ച് അറിവുള്ള സർട്ടിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളെയാണ് ഹോസ്പിറ്റലുകൾ തിരയുന്നത്. കാരണം ട്രെയിനിങ് നൽകാനും പുതുതായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ആർക്കും സമയമില്ല. അതുകൊണ്ട് സ്കിൽ ഉള്ളവർക്ക് എപ്പോഴും മുൻഗണന ഉണ്ടാവും. നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലെ ഓഫീസ് മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, കസ്റ്റമർ സർവീസ്, ഡേറ്റ എൻട്രി, ഇവന്റ് കോർഡിനേഷൻ, HR അസിസ്റ്റൻസ്, അതുപോലെ പ്രോബ്ലം സോൾവിംഗ്, ഇങ്ങനെയുള്ള ടാസ്കുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. HR, ഫിനാൻസ്, QA, പേഷ്യന്റ് സർവീസസ്, PR, IT, ഫെസിലിറ്റീസ് മാനേജ്മെന്റ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വേക്കൻസീസ് വരും. +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ആകാം. അതിന് എൻട്രി എലവേറ്റ് നിങ്ങളെ സഹായിക്കും. എൻട്രിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്താൽ 45 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്, ഓഫീസ് ഓട്ടോമേഷൻ മൊഡ്യൂളിലൂടെ ടെക്നിക്കൽ സ്കിൽസ്, ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്സ് ട്രെയിനിങ്, കൂടെ 2 ദിവസത്തെ ഇൻഡസ്ട്രി എക്സ്പെർട്ട് ഓഫ്ലൈൻ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ എന്നിവയിലൂടെ കോൺഫിഡന്റ് ആയ ഒരു പ്രാക്ടിക്കൽ സ്കില്ലുള്ള ഒരു കാൻഡിഡേറ്റായി നിങ്ങൾക്ക് മാറാനാകും. ഇതിനെല്ലാം പുറമെ ടോപ്പ് ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ചെയ്ത ഇന്റേൺഷിപ്പ് ആൻഡ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും എൻട്രി നൽകുന്നുണ്ട്. അതുകൊണ്ട് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഫോം ഫിൽ ചെയ്യൂ.